ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇടപെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. റഷ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന റിപ്പോർട്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. നിലവിലൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും നീങ്ങുന്ന സമയത്ത് വലിയ ദുരന്തമായിട്ട് അത് അവസാനിക്കും എന്നതിനാൽ സൗഹൃദ രാജ്യം എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് റഷ്യ അവരുടെ നിലപാട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ റഷ്യയുമായി, അന്നത്തെ സോവിയറ്റ് യൂണിയനുമായി വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം സ്ഥാപിച്ച രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ആ നിലപാട് ചേരിചേരാ നയമാണെങ്കിൽ പോലും ആ നിലപാട് റഷ്യയുമായിട്ടുള്ള സൗഹൃദത്വവും സഹകരണവും എല്ലാ കാലത്തും നിലനിർത്തുന്ന രീതിയിലുള്ള നിലപാടാണ് ഇന്ത്യ എല്ലാ കാലത്തും കൈക്കൊണ്ടത്. ആ ഒരു സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അന്നും സോവിയറ്റ് യൂണിയനെ അംഗീകരിക്കാതെ അമേരിക്കയുടെ ചേരിയോടൊപ്പം നിലനിന്ന രാജ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമാണെന്നും ആയതിനാൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. താൽക്കാലികമായിട്ടെങ്കിലും ഒരു യുദ്ധാരംഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തം വലിയ രീതിയിൽ പ്രകടമാകുന്ന സ്ഥിതി നിലനിൽക്കുന്നു എന്നാണ് റഷ്യ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഈ കാശ്മീരിൽ നടന്നിരിക്കുന്ന ഭീകര ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രതിഷേധിക്കുകയും അതിനെതിരെ നടപടിയെടുക്കുകയും പ്രതികളെ പിടികൂടിക്കൊണ്ട് ശക്തമായിരിക്കുന്ന ശിക്ഷാ വിധി നടപ്പിലാക്കുകയും ചെയ്യണമെന്ന അഭിപ്രായത്തിൽ റഷ്യക്ക് രണ്ടഭിപ്രായമില്ല. അത് ആദ്യഘട്ടത്തിൽ തന്നെ റഷ്യയുടെ പാർലമെൻറ്റ് തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യം ഇന്ത്യക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: നിലവിലൊരു യുദ്ധം നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ദുരന്തങ്ങൾ വ്യാപ്തിയുള്ളതാണ്, അതൊരിക്കലും അവസാനിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് കാര്യകാരണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്കൊരു ഏകോപനം ഉണ്ടാക്കാം എന്ന നിലപാടിലേക്ക് ഏറെക്കുറെ റഷ്യ എത്തിയിരിക്കുകയാണ്. ഈ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ പറയുന്ന സമയത്ത് അതിശക്തമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ സംവിധാനങ്ങളാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. അത് എല്ലാ മേഖലയും അത് പ്രകടമാണ്. വെള്ളം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അണക്കെട്ടുകളും അടച്ചുകൊണ്ട് വെള്ളം നൽകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും അയൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷിതത്വം ഉണ്ടാക്കണമെന്നും അപകടകരമായിരിക്കുന്ന സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇന്ത്യ ഗവൺമെൻറ് സംസ്ഥാനത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം ഏറെക്കുറെ ഉറപ്പാണ് എന്നറിഞ്ഞതോടുകൂടി പാകിസ്ഥാൻ്റെ മേഖലയിൽ വലിയ രീതിയിൽ ആശങ്ക പ്രകടമായിരിക്കുന്നു. ഏത് മേഖലയിൽ ഏത് തരത്തിലാണ് ഈ യുദ്ധത്തിൻ്റെ അവസാനം ഉണ്ടാവുക എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന് സാധിക്കുന്നില്ല. പാകിസ്ഥാൻ ഇപ്പോൾ കാശ്മീരിൽ നടന്നിരിക്കുന്ന ഭീകരാക്രമണത്തെ അപലപിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് പിന്നെ അപലപിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പാകിസ്ഥാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. കാരണം അവർക്ക് ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇന്ത്യ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് ഇത്തരം ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മൾ അത് ക്ഷമിക്കുകയോ അതല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ പ്രവൃത്തികൾ അവർ വീണ്ടും ആരംഭിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1, 2, 3 യുദ്ധങ്ങളെന്നല്ല, ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാരണക്കാരും എല്ലാ കാലത്തും പാകിസ്ഥാൻ തന്നെയാണ്. അവിടെ നിന്ന് ഭീകരതയെ ഉൽപ്പാദിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രവൃത്തിയാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ ചെയ്തത്. അതിൻ്റെ ദുരന്തം ഇന്ത്യ അനുഭവിക്കുന്നു എന്നതിനാൽ അത് ഇല്ലാതാക്കുക, അടിവേരറക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ തന്നെ എത്തിയിരിക്കുന്നു. ഇന്ത്യ വളരെ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാകിസ്ഥാനുമായിട്ട് നമ്മൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാ കാലത്തും സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾക്കൊരു വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളിൽ ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്നതെങ്കിൽ ഭാവിയിലും അതിൻ്റെ ദുരന്തങ്ങൾ ഇന്ത്യ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അതില്ലാതാക്കുന്ന ഒരു സമീപനങ്ങളാണ് തങ്ങളുടെ ഭാഗത്ത് നിർബന്ധമായിട്ട് ആവശ്യമുള്ളത്. ഇത്തരം ഒരു രീതിയിലാണ് അതിൻ്റെ വിശദീകരണ കുറിപ്പുകളൊക്കെ ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പറയുന്ന കാര്യം, റഷ്യ പറയുന്ന കാര്യം, 2 മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 2 യുദ്ധത്തിനും ഒരു കൃത്യമായിരിക്കുന്ന ഒരു അവസാനമില്ലാത്ത രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പല ഇടപെടലുകളും പല രീതിയിലൊക്കെ നടത്തിയിട്ടുണ്ട്, പല രാജ്യങ്ങളും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അത് അതിനൊന്നും ഒരു സമാധാനമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് അവസാനിക്കുന്നില്ല. ഇന്ത്യയും അത്തരം ഒരു യുദ്ധത്തിലേക്ക് വലിച്ചേക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ചർച്ച ആവാം എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെയുണ്ടോ ആ രീതിക്കനുസരിച്ചായിരിക്കും ഇത് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇന്ത്യ ഏറെക്കുറെ യുദ്ധം ചെയ്യണമെന്ന അഭിപ്രായമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യണം.
അവർ ഈ കാര്യത്തിലൊക്കെ ലോകത്തെ ഭീകര സംവിധാന കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും പറയുകയും ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭീകരത ഉൽപ്പാദിപ്പിക്കുകയും സംവിധാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത രാജ്യം പാകിസ്ഥാൻ അല്ലാതെ മറ്റൊരു രാജ്യം ലോകത്തില്ല. അത് നമുക്ക് അങ്ങനെ മറന്നു പോകാനൊന്നും പറ്റുന്നതല്ല. അതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രയാസം അനുഭവിച്ചത് ഇന്ത്യയാണ്. കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കരാർ വ്യവസ്ഥ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. അതല്ലാത്ത രീതിയിൽ ഒരു അന്താരാഷ്ട്ര വേദിയിലേക്ക് ഇതിനെ എത്തിക്കരുത് എന്നുള്ളത് ഒരു കരാർ വ്യവസ്ഥയാണ്. ആ കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ് ഷിംല കരാർ ഉണ്ടാക്കിയത്. ആ കരാർ പോലും ലംഘിച്ചിട്ട് പല ഘട്ടങ്ങളിലും അന്താരാഷ്ട്ര ഈ UN സഭയിൽ, ഐക്യരാഷ്ട്ര സഭയിൽ ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. കാശ്മീരും ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാക് അധീന കാശ്മീർ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യയുടേതാണ്. അവർ പിടിച്ചടക്കി അതിന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നീങ്ങിയാൽ തീർച്ചയായിട്ടും അവർ മുറത്ത് കയറി കൊത്തുന്ന സ്വഭാവം അവർക്കുണ്ട്. അവർ വീണ്ടും അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരും. രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഭീകര സ്ഫോടനം നടത്തുക, നിരപരാധികളായിരിക്കുന്ന 10-27 മനുഷ്യന്മാരെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു രാജ്യം അംഗീകരിക്കും. ഇന്ത്യ ആയതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം ചെയ്യാത്തത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തെ കുറിച്ച് ഒരു കൂട്ടുക മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. യുദ്ധം ആരംഭിക്കുക അല്ലെ മറ്റൊരു രാജ്യത്താണെങ്കിൽ നിങ്ങൾ നോക്കൂ, മറ്റൊരു രാജ്യത്താണ് ഈ പ്രവൃത്തി നടത്തിയെങ്കിൽ ആ രാജ്യവുമായിട്ട് ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കും. നിസ്സാരമായിരിക്കുന്ന കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കൊന്നൊന്നല്ല. യൂറോപ്യൻ യൂണിയൻ അംഗത്വം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കാതലായിരിക്കുന്ന പ്രശ്നമായിട്ട് പറയുന്നത്. അത് യുദ്ധത്തിൽ കലാശിച്ച് കൊല്ലം 3ആയി. ഒരു ശമനമില്ലാത്ത രീതിയിൽ ഇപ്പോൾ തുടരുന്നു. വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും എല്ലാ രാജ്യത്തിലും ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വളരെ പെട്ടെന്ന് അവസാനിക്കാത്ത രീതിയിൽ അതൊരു മാരക യുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നമുക്ക് കാതലായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ റഷ്യയുമായിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. റഷ്യയുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും, റഷ്യ ഇത് പാകിസ്ഥാനുമായിട്ട് സംസാരിക്കും. അങ്ങനെ പാകിസ്ഥാനും തമ്മിൽ ഒരു പക്ഷേ ഒരു കരാർ വ്യവസ്ഥ റഷ്യയുമായിട്ട് നേരിട്ടുണ്ടാക്കിയതിന് ശേഷം ഇന്ത്യയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്താനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചാബ്, കാശ്മീർ പോലെയുള്ള അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ യുദ്ധസന്നാഹം ഇന്ത്യ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആന്തരികമായിരിക്കുന്ന യുദ്ധം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് വെള്ളം തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒന്നിലധികം അണക്കെട്ടുകൾ ഇപ്പോൾ അടിച്ചിരിക്കുന്നു. അണക്കെട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വെള്ളത്തെ ആശ്രയിക്കുന്നവരാണ് ഏകദേശം 30% പാകിസ്ഥാനികളും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇന്ത്യ വെള്ളം കൊടുക്കുന്നില്ലെങ്കിൽ അത് അവരെ സാരമായിട്ട് തന്നെ ബാധിക്കും. ആ രീതിയിൽ ഇപ്പോൾ അവരത് ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അണക്കെട്ടുകൾ മുഴുവൻ അടിച്ചിരിക്കുന്നു. ഇത് മുൻപുണ്ടാക്കിയിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഈ പാകിസ്ഥാൻ ലംഘിച്ചതോടുകൂടി സ്വാഭാവികമായിട്ട് ഇന്ത്യക്കും അത് ലംഘിക്കേണ്ടി വരും. ആ രീതിയിലുള്ള പ്രവർത്തനം ചെയ്ത് ഏറെക്കുറെ ശാന്തമായിരുന്നു കാശ്മീർ. അവിടെ ടൂറിസം മേഖലയൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി ആ രാജ്യത്ത്, ആ പ്രദേശത്തുള്ള ആ സംസ്ഥാനത്തുള്ള ജനങ്ങളൊക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും അവരാൽ ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങളും സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി മുന്നേറ്റം ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ കൊണ്ടുപോയിട്ട് ഈ ഭീകരാക്രമണം നടത്തിയത്. അപ്പോൾ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ മാറ്റങ്ങളും ഒരു വലിയ സാമ്പത്തികപരമായിരിക്കുന്ന ഒരു പുരോഗതി മുന്നേറ്റം ഇല്ലാത്ത സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് അവരുടെ ഭൂമിശാസ്ത്ര ഘടന എന്ന് പറഞ്ഞാൽ 5-6 മാസത്തോളം പൂർണ്ണമായിരിക്കുന്ന മഞ്ഞ് പെയ്യുന്ന സ്ഥലമാകുന്ന സമയത്ത് കാർഷിക മേഖല അവിടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. 6 മാസമാണ് ആപ്പിളൊക്കെ ഉണ്ടാകുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിയോഗ്യമാകുന്ന ഭൂപ്രദേശത്തെ കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. മഞ്ഞ് പെയ്യുന്ന മലകൾ മാത്രമേ എല്ലാ ഭാഗത്തും കാണാൻ പറ്റൂ. ഭൂമിയും അങ്ങനെ, ആകാശവും അങ്ങനെ, പ്രദേശവും അങ്ങനെ. എല്ലാ വീടും, നമ്മുടെ വീടിൻ്റെ വാർപ്പിൻ്റെ വീടൊക്കെ ആണ് അവിടെ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ചരിച്ച രീതിയിലുള്ള വാർപ്പാണ്. കൂടുതലും മരത്തിൻ്റെ വീടുകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് വീണിട്ട് അത് ഒഴുകി പോകാനുള്ള സംവിധാനമാണ് അവിടെ എല്ലാ സ്ഥലത്തും ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ നിർമ്മിതികളൊക്കെ. കാരണം വെച്ചാൽ ഇതെല്ലാം എല്ലാ സമയത്തും പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് ഏറെക്കുറെ അവിടെ ടൂറിസം മേഖലയൊക്കെ ഒന്ന് അഭിവൃദ്ധിപ്പെട്ട് അതിനെ പുരോഗമിക്കാൻ വേണ്ടിയിട്ട് വലിയ സാമ്പത്തികമൊക്കെ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പച്ചപ്പിടിച്ച് വരുന്നതിനിടയിലാണ് ഇവിടെ ഈ സ്ഫോടനം നടത്തി. അവിടെ നോക്കൂ, അവിടെ ഈ കുതിരയോട്ടവുമായിട്ട് ബന്ധപ്പെട്ടും പ്രകൃതി കാണാൻ വരുന്നവരും ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. അവരെ ആശ്രയിച്ച്, ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. ഈ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരാൾ വെടിയേറ്റ് മരിച്ചത്. ആ വെടിയേറ്റ് മരിച്ച ആൾ മുസ്ലിമാണ്. കാരണം വെച്ചാൽ ഇവരെ സംരക്ഷിക്കുക, ജാതിയും കാര്യങ്ങളും നോക്കിയിട്ടല്ലല്ലോ അത് ചെയ്തത്. ടൂറിസ്റ്റുകൾ ഞങ്ങളുടെ
ഞങ്ങളുടെ അരിയാണ്, ഞങ്ങളുടെ ഭക്ഷണമാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അവർ സുരക്ഷിതത്വം ഒരുക്കുന്നത്, അവരാലാണ് ഞങ്ങൾ ജീവിച്ചു പോരുന്നത് എന്നുള്ളത് ഇദ്ദേഹം പറയപ്പെട്ടത് നമുക്കറിയാവുന്നതാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് റഷ്യ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, റഷ്യയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ആ നടത്തുന്നതോടനുബന്ധിച്ച് ഒരു പക്ഷേ യുദ്ധവിരാമം ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു. യുദ്ധ സാഹചര്യങ്ങളുണ്ടെങ്കിലും യുദ്ധവിരാമമാണ് ഉണ്ടാവാൻ സാധ്യതകൾ എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.